19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് സാമ്രാജ്യം ഇന്ത്യയിലും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലും ആധിപത്യം പുലർത്തിയതിന് സമാനമായ ഒരു ആഗോള സാമ്രാജ്യത്വ ഭരണക്രമമാണ് അമേരിക്കൻ ഐക്യനാടുകൾ പശ്ചിമേഷ്യയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിനെയാണ് അദ്ദേഹം അമേരിക്കൻ രാജ് എന്ന് വിളിക്കുന്നത്. മിഡിൽ ഈസ്റ്റ് അപ്ഡേറ്റിലേക്ക് വീണ്ടും സ്വാഗതം. പ്രമുഖ അന്താരാഷ്ട്ര പത്രപ്രവർത്തകനും ജിയോ പൊളിറ്റിക്കൽ വിശകലന വിദഗ്ധനുമായ എറിക് മാർഗോലിസ് ഇറാഖ്, ലിബിയ, സിറിയ, യമൻ തുടങ്ങിയ അറബ് രാജ്യങ്ങളുടെ തകർച്ചയിൽ മറ്റ് അറബ് രാജ്യങ്ങളും അറബ് ലീഗും വഹിച്ച പങ്കിനെക്കുറിച്ച് ചില പ്രധാന നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. 1991 ഗൾഫ് യുദ്ധത്തിലും 2003 US അധിനിവേശത്തിലും സദ്ദാം ഹുസൈൻ്റെ ഇറാഖിനെ ആക്രമിക്കാൻ അമേരിക്കൻ സഖ്യസേനയ്ക്ക് സ്വന്തം മണ്ണിൽ സൈനിക താവളവും വ്യോമാതിർത്തിയും അനുവദിച്ചു നൽകിയത് ചില അറബ് രാജ്യങ്ങളായിരുന്നു. ഇറാഖിനെതിരെയുള്ള പാശ്ചാത്യ സൈനിക നീക്കങ്ങൾക്ക് ഗൾഫ് രാജ്യങ്ങൾ വൻതോതിൽ സാമ്പത്തിക സഹായം നൽകി. മേഖലയിൽ ഇറാഖിന് ഉണ്ടാകുമായിരുന്ന വലിയ സൈനിക ശക്തിയും സ്വാധീനവും തങ്ങളുടെ ഭരണത്തിന് ഭീഷണിയാകുമെന്ന് ഭയന്നാണ് ചില അറബ് ഭരണാധികാരികൾ പാശ്ചാത്യ അധിനിവേശത്തിന് അനുകൂല നിലപാട് സ്വീകരിച്ചത്. മുഅമ്മർ അൽ ഗദ്ദാഫിയുടെ ഭരണകൂടത്തിനെതിരെ നാറ്റോ വ്യോമാക്രമണം നടത്തുന്നതിന് നിയമസാധ്യത നൽകിയത് അറബ് ലീഗ് എടുത്ത തീരുമാനമായിരുന്നു. ഇത് പാശ്ചാത്യ ശക്തികൾക്ക് ലിബിയയിൽ ഇടപെടാൻ വഴിയൊരുക്കി. ഖത്തർ, UAE തുടങ്ങിയ രാജ്യങ്ങൾ ലിബിയൻ വിമതർക്ക് സാമ്പത്തിക സഹായവും ആയുധങ്ങളും നൽകുകയും നാറ്റോയുടെ സൈനിക നീക്കങ്ങളിൽ ഭാഗമാകുകയും ചെയ്തു. ലിബിയ, ഇറാഖ്, സിറിയ തുടങ്ങിയ ശക്തമായ സ്വതന്ത്ര അറബ് ദേശീയ ഭരണകൂടങ്ങളെ തകർക്കുന്നതിലൂടെ മേഖലയിൽ സ്വന്തം രാഷ്ട്രീയ ആധിപത്യം ഉറപ്പിക്കാമെന്ന് ചില അറബ് രാജ്യങ്ങൾ കരുതുകയുണ്ടായി. സ്വന്തം സഹോദര രാജ്യങ്ങളെ തകർക്കാൻ പാശ്ചാത്യ അധിനിവേശ ശക്തികളുടെ കരുക്കളായി അറബ് ലീഗും പ്രാദേശിക ഭരണാധികാരികളും മാറിയെന്ന് എറിക് മാർഗോലിസ് നിരീക്ഷിക്കുന്നുണ്ട്. ഇറാഖിൻ്റെയും ലിബിയയുടെയും തകർച്ച മേഖലയിലുടനീളം തീവ്രവാദ സംഘടനകൾ വളരാനും വംശീയ, വർഗീയ, ആഭ്യന്തര യുദ്ധങ്ങളിലേക്ക് വടക്കേ ആഫ്രിക്കയും പശ്ചിമേഷ്യയും കൂപ്പുകുത്താനും കാരണമായി. ഈ കൂട്ടുകെട്ട് അറബ് ലോകത്തെ കൂടുതൽ ദുർബലമാക്കുകയും വിദേശ ശക്തികൾക്ക് മേഖലയിലെ എണ്ണ സമ്പത്തിലും രാഷ്ട്രീയത്തിലും പൂർണ്ണ നിയന്ത്രണം നേടാൻ അവസരമൊരുക്കുകയും ചെയ്തു. എറിക് മാർഗോലിസ് ഇറാഖ്, ലിബിയ തുടങ്ങിയ രാജ്യങ്ങളിലെ അധിനിവേശത്തെക്കുറിച്ചും പാശ്ചാത്യ അറബ് രാഷ്ട്രീയ ഇടപെടലുകളെക്കുറിച്ചും എഴുതിയ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് അമേരിക്കൻ രാജ്, ലിബറേഷൻ ഓർ ഡൊമിനേഷൻ എന്ന പുസ്തകം. അമേരിക്കയും പാശ്ചാത്യ ശക്തികളും പശ്ചിമേഷ്യയിൽ നയിക്കുന്ന ഇടപെടലുകളെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ പുതിയ രൂപമായി അദ്ദേഹം വിശേഷിപ്പിക്കുന്നുണ്ട്. 2003 ഇറാഖ് യുദ്ധവും അതിൽ അറബ് ഗൾഫ് രാജ്യങ്ങൾ വഹിച്ച പങ്കും പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങളെ തകർത്ത് അവിടെ ആധിപത്യം ഉറപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങളും ഈ പുസ്തകത്തിൽ വിശദമായി അപഗ്രഥിക്കുന്നു. അമേരിക്കയും സഖ്യകക്ഷികളും നടത്തിയ ഇറാഖ് ആക്രമണത്തിൽ ഗൾഫ് എണ്ണ രാജ്യങ്ങൾ സാമ്പത്തികമായും സൈനികമായും നൽകിയ പിന്തുണയെക്കുറിച്ചും ഇറാഖിന്റെ എണ്ണ സമ്പത്ത് കൈക്കലാക്കാൻ നടത്തിയ നീക്കങ്ങളെക്കുറിച്ചും വ്യക്തമാക്കുന്ന ലേഖനമാണ് പ്ലണ്ടറിംഗ് ഇറാഖ്. 2011 ലിബിയയിൽ നാറ്റോ നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ചും മുഅമ്മർ അൽ ഗദ്ദാഫിയുടെ ഭരണകൂടത്തെ വീഴ്ത്താൻ അറബ് ലീഗും ഗൾഫ് രാജ്യങ്ങളും കൈകോർത്തതിനെ വിമർശിക്കുന്ന ലേഖനമാണ് ലിബിയ, അനദർ വെസ്റ്റേൺ ട്രയംഫ് ഓവർ അറബ് ഡിഗ്നിറ്റി എന്നത്. പാശ്ചാത്യ അധിനിവേശവും അറബ് സഹകരണവും കാരണം സമാധാനപൂർണമായ ഒരു വടക്കേ ആഫ്രിക്കൻ രാജ്യം എങ്ങനെ ആഭ്യന്തര യുദ്ധത്തിലേക്കും തീവ്രവാദങ്ങളിലേക്കും കൂപ്പുകുത്തിയെന്ന് വിശദീകരിക്കുന്നതാണ് ദ ഡിസ്ട്രോയിങ് ഓഫ് ലിബിയ എന്ന അദ്ദേഹത്തിന്റെ ലേഖനം. പശ്ചിമേഷ്യൻ സുരക്ഷയിലും ഐക്യത്തിലും അറബ് ഭരണാധികാരികൾ വരുത്തിയ വീഴ്ചകളെക്കുറിച്ചും സ്വന്തം സ്വാധീനം നിലനിർത്താൻ അയൽപ്പക്കത്തെ സ്വതന്ത്ര അറബ് രാജ്യങ്ങളെ ബലി കൊടുത്തതിനെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിന്റെ വിമർശനാത്മക പഠനങ്ങളാണ് ദ മിഡിൽ ഈസ്റ്റ് റോഡ് ടു നോവെയർ, ദേ മേക്ക് എ ഡിസേർട്ട് ആൻഡ് കോൾ ഇറ്റ് പീസ് എന്നീ ലേഖനങ്ങൾ. ഇറാഖിലും ലിബിയയിലും സംഭവിച്ചതിന് സമാനമായി സിറിയ, യമൻ എന്നീ രാജ്യങ്ങളുടെ തകർച്ചയിലും ചില പ്രബല അറബ് രാജ്യങ്ങൾക്ക് വളരെ വലിയ പങ്കുണ്ട്. എറിക് മാർഗോലിസിനെ പോലുള്ള അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകരും
ജിയോ പൊളിറ്റിക്കൽ വിദഗ്ധരും ഈ രണ്ട് രാജ്യങ്ങളിലെയും ഇടപെടലുകളെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 2011 സിറിയയിൽ ബഷാർ അൽ അസദ് ഭരണകൂടത്തിനെതിരെ പ്രതിഷേധങ്ങൾ ആരംഭിച്ചപ്പോൾ പ്രബല ഗൾഫ് രാജ്യങ്ങളായ സൗദി അറേബ്യ, ഖത്തർ, UAE തുടങ്ങിയവ സിറിയൻ സർക്കാരിനെതിരെ പോരാടിയ വിവിധ സായുധ പ്രതിപക്ഷ ഗ്രൂപ്പുകൾക്കും തീവ്രവാദ സംഘടനകൾക്കും വൻതോതിൽ പണവും ആയുധങ്ങളും നൽകിയെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. സിറിയയിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെയും മറ്റ് വിദേശ ശക്തികളുടെയും ഇടപെടൽ എളുപ്പമാക്കുന്നതിനായി സിറിയയെ അറബ് ലീഗിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയാണ് അറബ് നേതൃത്വം അന്ന് ചെയ്തത്. സിറിയൻ സർക്കാരിനെ തകർക്കുന്നതിലൂടെ മേഖലയിലെ ഇറാന്റെയും ഷിയ സ്വാധീനത്തിന്റെയും വ്യാപനം തടയാമെന്ന് ഈ അറബ് രാജ്യങ്ങൾ കണക്കുകൂട്ടി. എന്നാൽ ഇത് ആത്യന്തികമായ സിറിയയെ ISIS പോലുള്ള തീവ്രവാദികളുടെ കേന്ദ്രമാക്കാനും ദശലക്ഷക്കണക്കിന് ജനങ്ങൾ അഭയാർത്ഥികളാകാനും മാത്രമാണ് സഹായിച്ചത്. 2015 യമനിലെ ഹൂത്തി വിമതർ തലസ്ഥാനമായ സന പിടിച്ചെടുത്തപ്പോൾ സൗദി അറേബ്യയുടെയും UAEയുടെയും നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം അറബ് രാജ്യങ്ങൾ ഒന്നിച്ചു ചേർന്ന് യമനിൽ ഓപ്പറേഷൻ ഡെസസീവ് സ്റ്റോം എന്ന പേരിൽ നേരിട്ട് വ്യോമാക്രമണവും സൈനിക നീക്കങ്ങളും ആരംഭിച്ചു. ഈ അറബ് സഖ്യസേന നടത്തിയ കടുത്ത ബോംബാക്രമണങ്ങളും ഉപരോധങ്ങളും യമനിലെ അടിസ്ഥാന സൗകര്യങ്ങളെയും ആശുപത്രികളെയും കൃഷിയിടങ്ങളെയും തകർത്തു. ഇത് ഐക്യരാഷ്ട്രസഭ വിശേഷിപ്പിച്ചതുപോലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മാനുഷിക ദുരന്തങ്ങളിൽ ഒന്നിലേക്ക്, അതായത് പട്ടിണി, കോളറ പടർന്നു പിടിക്കൽ, കുഞ്ഞുങ്ങളുടെ മരണം തുടങ്ങിയ ദുരിതങ്ങളിലേക്ക് യമനെ തള്ളിയിട്ടു. യമനിലെ ബാബൽ മന്ദബ് കടലിടുക്ക്, സൊക്കോത്ര ഐലൻഡ് തുടങ്ങിയ തന്ത്രപ്രധാന മേഖലകളിൽ പ്രാദേശിക ശക്തികളെ ഉപയോഗപ്പെടുത്തി. എന്തുകൊണ്ടാണ് അറബ് രാജ്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? എറിക് മാർഗോലിസിന്റെയും മറ്റ് രാഷ്ട്രീയ നിരീക്ഷകരുടെയും അഭിപ്രായത്തിൽ ഇതിന് പിന്നിൽ പ്രധാനമായും 3 കാരണങ്ങൾ ആണുള്ളത്. മേഖലാപരമായ മേധാവിത്വമാണ് ഒന്ന്. സ്വന്തം സാമ്പത്തിക സൈനിക മുൻതൂക്കം ഉപയോഗിച്ച് മറ്റ് സ്വതന്ത്രരും അല്ലെങ്കിൽ ശക്തരുമായ അറബ് അയൽ രാജ്യങ്ങളെ തങ്ങളുടെ അധീനതയിലാക്കാനുള്ള പ്രബല രാജ്യങ്ങളുടെ ആഗ്രഹം, അതാണ് ഒന്നാമത്തേത്. പ്രത്യയശാസ്ത്രപരമായ ഭയമാണ് രണ്ടാമത്തേത്. ജനകീയ പ്രക്ഷോഭങ്ങളോ ജനാധിപത്യ പ്രസ്ഥാനങ്ങളോ ഉയർന്നു വന്നാൽ അത് സ്വന്തം രാജ്യങ്ങളിലെ രാജവാഴ്ചക്ക് ഭീഷണിയാകുമെന്ന് ഭയന്ന് അത്തരം രാജ്യങ്ങളിലെ ക്രമസമാധാനം തകർക്കാൻ ശ്രമിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. വിദേശ ശക്തികളുടെ സ്വാധീനമാണ് മൂന്നാമത്തെ കാരണം. സ്വന്തം സുരക്ഷയ്ക്കായി അമേരിക്കയെയും പാശ്ചാത്യ ശക്തികളെയും ആശ്രയിക്കുന്നതിനാൽ അവരുടെ ജിയോ പൊളിറ്റിക്കൽ അജണ്ടകൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ ഇവർ നിർബന്ധിതരാകുന്നു. ചുരുക്കത്തിൽ ഇറാഖിലും ലിബിയയിലും സംഭവിച്ചതുപോലെ അറബ് ഐക്യത്തിന്റെ അഭാവവും സ്വന്തം സഹോദര രാഷ്ട്രങ്ങൾക്കെതിരെ വിദേശ ശക്തികൾക്കൊപ്പം ചേർന്നുള്ള തന്ത്രപരമായ കളികളുമാണ് ഇറാഖിനെയും ലിബിയയെയും സിറിയയെയും യമനെയും പോലുള്ള രാജ്യങ്ങളെ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചത്. ആരാണ് ഈ യുദ്ധങ്ങൾ നിയന്ത്രിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ആരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത് മുന്നോട്ട് പോകുന്നത്? ആരുടെ ഉത്തരവനുസരിച്ചാണ് ഈ സൈന്യങ്ങളെല്ലാം നീങ്ങുന്നത്? ഗസയിൽ 1 ലക്ഷത്തോളം മനുഷ്യർ കൊല ചെയ്യപ്പെട്ടപ്പോൾ അവയിൽ ഏറിയ പങ്കും സ്ത്രീകളും കുട്ടികളുമായിരുന്നു. അത് വിഡ്ഢികളെ പോലെ നോക്കി നിന്നവർ ഹമാസിനെതിരെയുള്ള ആക്രമണമാണ് അതെന്നാണ് ലോകത്തോട് പറഞ്ഞത്. എന്നാൽ വെസ്റ്റ് ബാങ്കിലെ അധിനിവേശമോ? അവിടെ നിയന്ത്രിക്കുന്നത് ഹമാസ് അല്ലല്ലോ. എന്നാൽ ഇറാഖിലെ വിമോചനം, ലിബിയയിലെ സിവിലിയന്മാരുടെ സംരക്ഷണം, യമനിലെ നിയമസാധുത പുനഃസ്ഥാപിക്കൽ, സിറിയയിലെ ജനാധിപത്യം എന്നിങ്ങനെ പല പേരുകളിട്ട് നശീകരണ യുദ്ധങ്ങളെ നിയമാനുസൃതമാക്കാൻ ശ്രമിക്കുകയാണ് ഇവരിൽ പലരും എന്ന സത്യം ഇനിയും നമുക്ക് മറച്ചു വെക്കാനാവുമോ? എറിക് മാർഗോലിസിന്റെ അമേരിക്കൻ രാജ് ദ ലിബറേഷൻ ഓർ ഡൊമിനേഷൻ എന്ന പുസ്തകം അമേരിക്കൻ വിദേശ നയത്തെയും പശ്ചിമേഷ്യൻ ഇടപെടലുകളെയും കടുത്ത ഭാഷയിൽ വിമർശിക്കുന്ന ഒന്ന് തന്നെയാണ്. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് സാമ്രാജ്യം ഇന്ത്യയിലും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലും ആധിപത്യം പുലർത്തിയതിന് സമാനമായ ഒരു ആഗോള സാമ്രാജ്യത്വ ഭരണക്രമമാണ് അമേരിക്കൻ ഐക്യനാടുകൾ പശ്ചിമേഷ്യയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിനെയാണ് അദ്ദേഹം അമേരിക്കൻ രാജ് എന്ന് വിളിക്കുന്നത്. പണ്ട് ബ്രിട്ടീഷുകാർ ചെയ്തതുപോലെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ അഴിമതിക്കാരായ പ്രാദേശിക ഭരണാധികാരികളെയും രാജകുടുംബാംഗങ്ങളെയും കൂട്ടുപിടിച്ചാണ് അമേരിക്ക തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഈ പ്രാദേശിക ഭരണാധികാരികൾ സ്വന്തം ജനങ്ങളെക്കാൾ ഉപരി അമേരിക്കൻ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നു. വിദ്വേഷത്തിന് കാരണം മതമല്ല, വിദേശ അധിനിവേശമാണ് എന്ന ഒരു കണ്ടെത്തലും അദ്ദേഹം നടത്തുന്നുണ്ട്.
പാശ്ചാത്യ ലോകത്തെ പ്രമുഖ രാഷ്ട്രീയ തന്ത്രജ്ഞർ വാദിക്കുന്നത് പോലെ മുസ്ലിം ലോകവും പാശ്ചാത്യ ലോകവും തമ്മിലുള്ള പോരാട്ടം ഇസ്ലാമിക തത്വചിന്തയോ മതപരമായ വ്യത്യാസമോ കാരണമല്ല, മറിച്ച് സ്വന്തം മണ്ണിൽ അമേരിക്ക നടത്തുന്ന സൈനിക അധിനിവേശം, എണ്ണ സമ്പത്ത് കൈക്കലാക്കൽ, അടിച്ചമർത്തൽ ഭരണകൂടങ്ങൾക്കുള്ള പിന്തുണ എന്നിവക്കെതിരെയുള്ള സ്വാഭാവികമായ പ്രതിരോധവും രോഷവുമാണ്. ഭീകരവാദം എന്ന വാക്കിന്റെ ദുരുപയോഗത്തെക്കുറിച്ചും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. US ഭരണകൂടം ഭീകരവാദം അഥവാ ടെററിസം എന്ന പദം ഉപയോഗിക്കുന്നത് തങ്ങളുടെ അധിനിവേശത്തിനെതിരെ പോരാടുന്ന പ്രതിരോധ ശക്തികളെ അമാനുഷികവൽക്കരിക്കാനും അവർക്കെതിരെയുള്ള ക്രൂരമായ സൈനിക നടപടികളെ ന്യായീകരിക്കാനുമാണ് എന്ന് അദ്ദേഹം തുറന്നു പറയുന്നു. ഫ്രഞ്ച് വിപ്ലവകാലത്തെ പ്രതിരോധ പ്രസ്ഥാനങ്ങളെ പോലെ അധിനിവേശ രാജ്യങ്ങളിൽ അമേരിക്കക്കെതിരെ പോരാടുന്നവരെ ഭീകരവാദികളായല്ല പ്രതിരോധ ശക്തികളായാണ് കാണേണ്ടത് എന്നും മാർഗോലിസ് വ്യക്തമാക്കുന്നു. ഇറാഖിലും ലിബിയയിലും നടന്ന ആക്രമണങ്ങൾ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാനായിരുന്നില്ല, മറിച്ച് ആ രാജ്യങ്ങളിലെ സ്വാഭാവിക എണ്ണവാതക സമ്പത്തിന്മേൽ നിയന്ത്രണം നേടാനും മേഖലയിൽ ഉയർന്നു വന്ന സ്വതന്ത്ര ശക്തികളെ തകർക്കാനുമായിരുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ അമേരിക്കൻ നയങ്ങളിൽ ചില അടിയന്തര മാറ്റങ്ങൾ വരുത്തണമെന്ന് പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് അദ്ദേഹം നിർദ്ദേശിക്കുന്നു. ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ അടക്കമുള്ള അറബ് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തെ പൂർണ്ണമായി തിരിച്ചു വിളിക്കുക എന്നതാണ് അതിൽ ഒന്നാമത്തേത്. ഫലസ്തീൻ ജനതയ്ക്ക് നീതിപൂർവമായ ഒരു പരിഹാരം കണ്ടെത്തുക എന്നതാണ് മറ്റൊന്ന്. കാരണം ഇതിനെ പശ്ചിമേഷ്യൻ പ്രശ്നങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി അദ്ദേഹം കാണുന്നു. ഏകാധിപതികളെ പിന്തുണക്കുന്നത് നിർത്തി അറബ് ലോകത്ത് യഥാർത്ഥ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ വളരാൻ അനുവദിക്കുക എന്നതാണ് മറ്റൊരു പ്രധാന നിർദ്ദേശമായി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.